ഹായ് എവരിവൺ. ഇപ്പോ സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ കോക്കണ്ണനും അതുപോലെ അംഗം അട്ടഹാസം എന്നുള്ള മൂവിയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നില്ലായിരുന്നെങ്കിൽ ഈ സിനിമയുടെ പേര് ഇത്രയും ആൾക്കാർ അറിയ പോലും ഇല്ലായിരുന്നു. അതാണ് സത്യം പറഞ്ഞ സത്യം. ഇതിന് മുൻപേ റിലീസ് മുൻപായിട്ട് ഇത്ര പേർക്ക് ഈ സിനിമയുടെ പേര് അറിയുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമായിരുന്നു. ഈ പറഞ്ഞ പോലെ കുറച്ച് റിവ്യൂവേഴ്സിനും അതുപോലെ സിനിമ അത്രയും നോക്കി കാണുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിരുന്നുള്ളൂ എന്നുപോലെ അറിഞ്ഞിരുന്നു. ഇപ്പൊ ഏറെക്കുറെ ഭൂരിഭാഗം മലയാളികൾക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താ സംഭവം, ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അതിന് സത്യം പറഞ്ഞ ആ ടീം നന്ദി പറയേണ്ടത് നമ്മുടെ കോക്കണ്ണനോടാണ്. അണ്ണന്റെ വീഡിയോ ഇപ്പൊ തന്നെ 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പൊ അംഗം അട്ടഹാസം നമ്മുടെ മാധവ് സുരേഷ്, നമ്മുടെ MP സുരേഷ് ഗോപി സാറിന്റെ അല്ലെങ്കിൽ നടൻ സുരേഷ് ഗോപി സാറിന്റെ മകനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത്. പുള്ളിക്കും ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, പുള്ളിയുടെ പേരെന്തോ അനിൽ അങ്ങനെ എന്തോ പേര്, പുള്ളിക്കുമാണ് വലിയ പ്രശ്നം. കോക്കിനെതിരെ വലിയ ആരോപണമായിട്ട് വന്നിട്ടുള്ളത് ഇവരാണ്. എനിക്ക് ആ പ്രൊഡ്യൂസറിനോടാണ് പറയാനുള്ളത്, മിസ്റ്റർ അനിൽ കുമാർ ജി, എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും. കാരണം ഒരു പൈസ മുടക്കി, കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു സിനിമ എടുത്തു, അത് പൊട്ടി എന്നുള്ള ലേബലിൽ തന്നെ ഒതുങ്ങിപ്പോയി. തിയേറ്ററിലൊന്നും ആളുകളൊന്നും അധികം കയറിയില്ല. ആകെ കയറിയത് ഈ പറഞ്ഞ റിവ്യൂവേഴ്സോ മറ്റുമാണ്. അപ്പോ സിനിമ അങ്ങനെ പൊട്ടിപ്പോയി, കയ്യിൽ നിന്ന് പൈസയും പോയി. ഈ ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് ചിലപ്പോൾ ഉള്ളിൽ നല്ല രീതിയിൽ ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടായിരിക്കാം, കാരണം പൈസ പോയിട്ടിരിക്കുകയാണല്ലോ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ആ ഫ്രസ്ട്രേഷൻ തീർക്കേണ്ടത് തോന്നിയ വാസം പറഞ്ഞിട്ടോ വായിൽ തോന്നിയത് പറഞ്ഞിട്ടോ ആവരുത്. 1 ലക്ഷം രൂപയൊക്കെ അശ്വന്ത് കോക്കിനെ പോലുള്ള ഒരു റിവ്യൂവർ വാങ്ങിയെന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു തെളിവ് കാണിക്കണ്ടേ? എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനും ഈ പറയുന്ന അശ്വന്ത് കോക്കിന്റെയും ഉണ്ണിയുടെയും ഷസാമിന്റെയും റീലോഡ് മീഡിയ അങ്ങനെ നിരവധി മൂവി ഒപ്പീനിയൻസ് കാണുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഞാനും എല്ലാ സിനിമകളും കാണാറുമുണ്ട്, അതുപോലെ എന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ ഞാനും കൂടി ചേർന്ന ഒരു വ്യൂവർഷിപ്പാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാനും കൂടി ചേർന്നാണ് അവർക്ക് യൂട്യൂബ് ശമ്പളം കൊടുക്കുന്നത് എന്നർത്ഥം. അപ്പൊ എന്റെയും കൂടി ആവശ്യമാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം തെളിയിക്കുക എന്നുള്ളത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കേണ്ട ആവശ്യം നിങ്ങളുടെയാണ്. അപ്പൊ നിങ്ങൾ വേണം അത് ജനങ്ങളോട് തിരുത്തി കൊടുക്കാൻ. അശ്വന്ത് കോക്കുതാ ഇത്ര രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിനിടയിൽ ആ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നു, എന്റെ അംഗം അട്ടഹാസം വിജയിപ്പിക്കണമേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചുകൂടെ? ബാങ്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ എന്താ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം കോക്കണ്ണൻ പുള്ളിയുടെ വീഡിയോയില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിലേക്ക് കൂടുതൽ പോണില്ല. എന്നാൽ അതിനെക്കുറിച്ച് റിവ്യൂ പറയുകയാണെങ്കിൽ ഒരു 20 മിനിറ്റിന്റെ വീഡിയോ ഇടേണ്ടി വരും. 16 മിനിറ്റും ഫുള്ളി എന്റർടൈൻമെന്റ് എന്നാണ് എനിക്കതിന് തോന്നിയത്. എന്തായാലും നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നിയവർ പോണ്ട. അപ്പൊ നിങ്ങള് ഈ പറഞ്ഞ അലിഗേഷൻ അല്ല, ശരിക്കും നടന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ, ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കൂ, എല്ലാവരും അറിയട്ടെ. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽക്ക് അവരുടെ ചാനലിന്റെ കുതിപ്പ് അങ്ങനെ നിന്നോളും. ശരിക്കും ഇതൊക്കെ നടന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നെങ്കിൽ നിങ്ങൾ ആ പത്രസമ്മേളനം വിളിക്കുമ്പോ തന്നെ നിങ്ങൾ ആ തെളിവ്, ഇപ്പൊ എല്ലാ തെളിവൊന്നും കാണിച്ചില്ലെങ്കിലും ഒരു തെളിവെങ്കിലും നിങ്ങൾ ഹാജരാക്കുമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിന് ഞങ്ങൾ വിശ്വസിക്കണം? ജനങ്ങൾ എന്തിനു വിശ്വസിക്കണം? സത്യത്തിൽ ഈ പ്രശ്നം കാരണം മിസ്റ്റർ അനിൽകുമാർ ജി, താങ്കൾക്ക് തന്നെയാണ് നല്ലത് വന്നിട്ടുള്ളത്. കാരണം ഇപ്പോ ധാരാളം ആളുകൾക്ക് ഈ പേര് അറിയാം, അംഗം അട്ടഹാസം എന്നുള്ള ഈ പേര് അറിയാം. അതുകൊണ്ട് OTT-യിലെങ്കിലും ചിലപ്പോ ആരെങ്കിലും കണ്ട് അപരാധം പറയാനാണെങ്കിലും പോയി കണ്ടു എന്ന് വരും. അതുകൊണ്ട് നല്ല OTT റീൽസ് ഒക്കെ കിട്ടിയെന്നൊക്കെ വരും. പിന്നെ ഈ റിവ്യൂ പറയാ, ഒപ്പീനിയൻ പറയാ എന്നുള്ള കാര്യങ്ങളൊന്നും ഇത് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ടുണ്ടായതൊന്നല്ല. ഇത് സോഷ്യൽ മീഡിയ ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒക്കെ കാലാകാലങ്ങളായി കൈമാറി വരുന്ന സംഭവമാണെന്ന് തന്നെ പറയാം. അതിപ്പോ സിനിമയ്ക്ക് മാത്രമൊന്നല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാര് അഭിപ്രായം പറയാറുണ്ട്. പണ്ട് നമ്മുടെ അയൽപ്പക്കത്തുള്ള വീടുകളിൽ തമ്മിലായിരുന്നു ആ സംസാരം നടന്നിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട്. അത് അങ്ങനെ 2 പേര് മാത്രം അറിഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ 2 കുടുംബങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ, ലോകം മൊത്തം അറിയണം. അവരും വഞ്ചിക്കപ്പെടരുത് എന്നൊരു ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന റിവ്യൂകളും ഒപ്പീനിയൻ വീഡിയോകളൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമയുടെ പേരിൽ മാത്രമല്ല, ഒരു ലേസ് പാക്കറ്റ് വാങ്ങിയാൽ പോലും 10 രൂപയുടെ ലേസ് ആണോ 5 രൂപയുടെ ലേസിലാണോ കൂടുതലുള്ളത് എന്ന് വരെ ആൾക്കാർ കണ്ടെത്തുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വന്നിട്ട് പറയാണ് ഈ റിവ്യൂ ആണ് എന്റെ സിനിമയെ തകർത്തത്. ആ റിവ്യൂ ഇപ്പൊ നിങ്ങൾക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ.
ഞാൻ ഒരിക്കലും ഈ പൈസ വാങ്ങി റിവ്യൂ ചെയ്യുന്ന ആൾക്കാരില്ല എന്നൊന്നും ഞാൻ തർപ്പിച്ച് പറയണില്ല. അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം. ഇവിടെ എല്ലാവർക്കും ഒരേ സ്പേസ് തന്നെയാണ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾ നാളെ ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പശ്ചിമ കോക്ക് വളരെ ഉയർന്നു നിൽക്കുന്നു നിങ്ങളെക്കാട്ടിലും, ധാരാളം ആളുകൾക്ക് അറിയാം. പക്ഷെ പുള്ളിക്കെതിരെ ഒരു കൃത്യമായ ഒരു ആരോപണമല്ലാതെ കൃത്യമായി ഒരു തെളിവുകളോട് കൂടി ഒരു സാധനം പുറത്തു വന്നാൽ ഈ പറയുന്ന ജനങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കും. അതിപ്പോ ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് വിടും. നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളത്, നിങ്ങൾ ഈ സിനിമ ഇപ്പൊ ഇങ്ങനെയായി, അടുത്തതായിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് കേട്ട് അത് നല്ലതാണോ, അത് വർക്കാവോ, ജനങ്ങൾക്ക് വർക്കാവോ എന്ന് കേട്ട് അതിനുവേണ്ടി പൈസ മുടക്കുക. ഇപ്പൊ ഭരതനാട്യം എന്ന് പറഞ്ഞൊരു മൂവി വന്നു, അതിന് വേണ്ടത്ര പരിഗണന ഒന്നും ലഭിച്ചില്ല തിയേറ്ററുകളിൽ. പിന്നീട് OTT വന്നു, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം അവര് മികച്ച വിജയമാക്കി ഇപ്പൊ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു ക്ലാഷ് റിലീസ് വെക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? രണ്ട് സിനിമകൾ തമ്മിൽ ക്ലാഷ് റിലീസ് വെക്കുകയാണ്. ഇപ്പൊ നമ്മുടെ April 2 വാഴ 2-ഉം ദൃശ്യം 3-യും കൂടി ഒരു ക്ലാഷ് വന്നിരുന്നു ആദ്യം. അപ്പൊ നിങ്ങൾ എന്താ അവിടെ ചെയ്ത്? അപ്പോ ഏതെങ്കിലും ഒന്ന് സ്വാഭാവികമായി ഇപ്പൊ ദൃശ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദൃശ്യത്തിന് എന്തായാലും ആളുകൾ പോകും. അത് കഴിഞ്ഞിട്ടേ വാഴ 2-ന് എന്തായാലും കയറും, ഉറപ്പല്ലേ? നമ്മൾ ഏത് സിനിമയും മലയാള സിനിമ ഏത് വന്നാലും ജനങ്ങളെല്ലാം കാണും എന്നൊക്കെ നമ്മൾ പൊതുവെ പറയുമെങ്കിലും ഇപ്പോഴും ഒരു 50% ആൾക്കാർ സാധാരണക്കാരനെയാണ്. 50 ഒരു 70% ആൾക്കാർ സാധാരണക്കാരനെയാണ്. അവർക്ക് എന്തായാലും ഈ രണ്ട് സിനിമ കുടുംബത്തോടൊപ്പം ഒന്നും പോകാൻ സാധിച്ചൊന്നും വരില്ല. അവർ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് തന്നെ അപ്പൊ പോകും. അപ്പൊ വേറൊരു സിനിമയെ അത് ബാധിക്കില്ലേ ചെയ്ത്? അപ്പൊ നിങ്ങൾ ഇത്തരം ക്ലാസ് റിലീസ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണില്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാം, അതൊരു മത്സരം പോലെ, റൈവൽറി പോലെ, ആളുകൾക്ക് ഒരു ഹരം, നിങ്ങൾക്കൊരു ഇത് എന്നുള്ള രീതിയിലാണ് നിങ്ങളത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെയൊക്കെ തന്നെ ഇതിനെ കാണേണ്ടതുള്ളൂ. ഇപ്പൊ നിങ്ങൾ തന്നെ ഈ പറയുന്ന റിവ്യൂവേഴ്സ് ഒരു നല്ല റിവ്യൂ ആണ് ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാ പേജുകളിലും ഫേസ്ബുക്ക് പേജുകളിലും ഒക്കെ ഉണ്ടാക്കിയിടുന്ന റീലുകളുടെ ഒപ്പം ഇവരുടെ തലയും ഇവരുടെ സംസാരവും അതിൽ ഉൾപ്പെടുത്താറുണ്ടല്ലോ. അതെന്തുകൊണ്ടാ? അപ്പൊ നിങ്ങൾക്ക് അറിയാം, അപ്പൊ നല്ലത് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുക, നന്നല്ലാത്തത് പറഞ്ഞാൽ ഇവൻ പോട്ടെ, ഇവൻ പൈസ വാങ്ങി. എന്ത് സ്വഭാവമാണിത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇതിൽ വല്ല ന്യായം ഉണ്ടോ എന്നുള്ളത്. ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയണത്. വളരെ മികച്ച സിനിമ എന്താന്ന് മനസ്സിലാക്കി, സിനിമയുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ധാരാളം ടെക്നീഷ്യൻസും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും മുന്നിൽ പ്രവർത്തിക്കുന്നവരും എല്ലാവരും ഉണ്ട്. പക്ഷെ എല്ലായിടത്തും ഈ കുറച്ച് പേരുണ്ടാവും പറയില്ലേ, ഈ കുറച്ച് പേരുള്ളത് കൊണ്ട് മാത്രം ഈ ഇൻഡസ്ട്രി മൊത്തം ഒരു ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് ആയിട്ട് വന്നാൽ ഈ പറഞ്ഞ ഇതേ ആൾക്കാർ തന്നെ നാളെ അത് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ നല്ലതെന്ന് പറയും. ഇപ്പൊ നിങ്ങളുടെ പടം കളക്ഷൻ കിട്ടിയതിനേക്കാൾ 5 ഇരട്ടി കളക്ഷനും കിട്ടും. മനസ്സിലായില്ലേ? പിന്നെ ആരുടെയും വാക്ക് കേട്ടുകൊണ്ടൊന്നല്ല ആരും സിനിമയ്ക്ക് പോണോ പോണ്ടേ എന്നൊന്നും തീരുമാനിക്കണത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ പറയുന്ന എല്ലാവരുടെയും റിവ്യൂസ് ഒക്കെ ഞാൻ കാണുന്ന, ഒപ്പീനിയൻസ് ഒക്കെ കാണുന്ന ഒരാളാണെന്ന്. ചില സമയത്ത് ഇവരായിട്ടൊന്നും എനിക്ക് വലിയ കണക്ഷൻ ഒന്നും ഉണ്ടാവാറില്ല. ഇപ്പൊ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഒരു 90% എനിക്ക് ഒരേ വേവ് ലെങ്ത് തോന്നാറുള്ളത് ഷസാമിന്റെയാണ്. കാരണം പുള്ളി പറയുന്നതും ഞാൻ പറയുന്നതും പുള്ളിക്ക് ഇഷ്ടപ്പെട്ട, പൊതുവെ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഞാൻ പൊതുവെ സിനിമ കണ്ടതിന് ശേഷം ഒപ്പീനിയൻസ് നോക്കുന്ന ഒരാളാണ്. അപ്പോ എനിക്ക് പൊതുവെ ഇത്തിരി കൂടി ഒരു കണക്ഷൻ തോന്നിയിട്ടുള്ളത് ഷസാമുമായിട്ടാണ്. പുള്ളിയുടെ ചിന്താഗതി എന്റെയും ഏറെക്കുറെ സെയിം ആണ്. മുഴുവനായിട്ട് പറയുന്നില്ല, ഒരു 90%. എന്നിട്ടും ഞാനിപ്പോ അശ്വന്ത് ഗോക്കിനെ കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാകുന്നത് വ്യത്യാസങ്ങൾ എന്താന്ന് വെച്ചാൽ, അശ്വന്ത് ഗോക്കിനെ കാണുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് കൂടി നമുക്ക് ലഭിക്കും. അപ്പൊ അതിന്റെയൊക്കെ ബേസിസിലാണ് ഇപ്പൊ അശ്വന്ത് ഗോക്കിന് 2 ലക്ഷം വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ 2 ലക്ഷം പേരും ഈ പറയുന്ന സിനിമയ്ക്ക് പോണോ പോണ്ടേന്ന് തീരുമാനിക്കാൻ വരുന്ന ആൾക്കാരൊന്നല്ല. ഈ 2 ലക്ഷം പേരിൽ മിക്കവാറും പേരും പുള്ളിയുടെ എന്റർടൈൻമെന്റ്, പുള്ളി ആ പ്രസന്റ് ചെയ്യുന്ന രീതി അത് ഇഷ്ടപ്പെട്ട് വരുന്നവരാണ്. അതിൽ കൂടുതൽ ആൾക്കാർ സിനിമ കണ്ടതിന് ശേഷം കാണുന്നവരാണ്. ഇതൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ ദൃശ്യം 3 ഷസാമിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പുള്ളിയുടെ താഴത്ത് ആ വീഡിയോസിന് വന്ന താഴത്ത് കാണുന്ന കമന്റ്സ് ഒക്കെ ഭയങ്കര സൈബർ ബുള്ളിങ് ആണ് പുള്ളി ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മിസ്റ്റർ അനിൽകുമാർ ജി, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതൊക്കെ കേട്ട് തളർന്നിരിക്കരുത്. നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് വരിക. നല്ല സ്ക്രിപ്റ്റ് ഒക്കെ കേട്ട് നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ നടത്തി നല്ലൊരു സിനിമയായിട്ട് തന്നെ മുന്നോട്ട് വരിക. അന്ന് ഈ പറയുന്ന നാട്ടുകാരും റിവ്യൂവേഴ്സും എല്ലാവരും നിങ്ങളുടെ സിനിമയെ നല്ലത് പറയും. അപ്പൊ ഓക്കെ, ബൈ.